നമസ്കാരം. 2022 സ്ഥാപിതമായ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് 4 വർഷമായി 200-ലധികം കുട്ടികളെ പഠിക്കുന്ന യാതൊരു വിധ സൗകര്യങ്ങളും ഇല്ലാതെ ഉള്ള ഈ കോളേജിൽ ഇന്ന് ഈ വിദ്യാർത്ഥികളെല്ലാവരും സമരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുക? 2022 തുടങ്ങിയ കോളേജാണ് ഞങ്ങളിവിടെ അഡ്മിഷൻ എടുക്കാൻ വന്ന സമയത്ത് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പഠനം തുടങ്ങി 1 വർഷത്തിൻ്റെ അകത്ത് ബിൽഡിങ്ങിൻ്റെ സ്ഥലം ഏറ്റെടുക്കലും 2-3 വർഷത്തിൻ്റെ അകത്ത് പണി തുടങ്ങി ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് അതിൽ പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ചേർത്തത്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടിയാണ്. പക്ഷേ ഞാൻ ഒരു മലപ്പുറംകാരിയാണ്. പെരുന്തമണ്ണയാണ് എൻ്റെ വീട്. അപ്പോൾ ഏതൊരു വിദ്യാർത്ഥിയും നമ്മൾ എന്താ പറയുക ജനിച്ച് വളർന്ന നാട്ടിൽ പഠിക്കണം എന്നൊരാഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതേപോലെ മഞ്ചേരിയിൽ നമ്മളെ ജില്ലയിൽ ഒരു കോളേജ് തുടങ്ങുമ്പോൾ നമ്മൾ അവിടെയാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കല്ലേ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടിയിട്ടും ഇവിടെ നമ്മളടുത്ത് ചേരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോകണ്ട, ഇവിടെ തന്നെ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഹോസ്റ്റലാവട്ടെ ടീച്ചേഴ്സ് ആവട്ടെ ബിൽഡിംഗ് ആവട്ടെ എല്ലാം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് ആ ഒരു സമയത്ത് ട്രാൻസ്ഫർ വരെ മാറ്റി വെച്ചിട്ട് ഇവിടെ ചേരാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു. ഫസ്റ്റ് വരെ ബാച്ച്, അതായത് 4th ഇയർ ഫൈനൽ ഇയർ ആയിപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ സമയം ഇതുവരെ കോളേജിൻ്റെ സ്ഥലം പോലും ആയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ കാര്യമാണെങ്കിലും ഓരോ 6 മാസം കൂടുമ്പോഴും എല്ലാ സബ്ജക്റ്റിനും ഞങ്ങൾക്ക് ടീച്ചേഴ്സ് മാറി വരികയാണ്. പെർമനൻ്റ് ആയിട്ട് ഞങ്ങളെ പേഴ്സണലി അറിയുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ ട്രെയിൻഡ് ആയിട്ട് ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുന്ന ടീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കുറവാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കറൻ്റ് 7 ഫാക്കൽറ്റി ഉള്ളൂ. ഇത്രയും 223 കുട്ടികൾക്ക് ശരിക്കും 24 ഫാക്കൽറ്റീസാണ് എന്താ പറയുക ഒരു റൂൾ പ്രകാരം നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല. ഈ ഒരു 4 വർഷത്തിൻ്റെ ഉള്ളിൽ INCയുടെ ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അഫിലിയേഷൻ എന്താവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട്. ഈ ഇരിക്കുന്ന ഓരോ കുട്ടികളുടെ രക്ഷിതാക്കളും ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ കിട്ടി എന്നുള്ളൊരു പ്രതീക്ഷയിൽ വന്നതാണ്. ഇപ്പോൾ ഒരു അഫിലിയേഷൻ ഇല്ലാതെ പഠിച്ചിറങ്ങി ഇനി അതിനും ഞങ്ങളുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുപോലെ നാളെ തെരുവിൽ ഇറങ്ങണം എന്നാണോ അധികാരികൾ പറയുന്നത് ഞങ്ങൾക്കറിയില്ല. ഇന്നിപ്പോൾ ഈ സമരം തുടങ്ങി ഈ കണ്ട നേരമൊക്കെ ആയിട്ടും ഇതുവരെ ഒരു മേലുദ്യോഗസ്ഥർ പോലും നമ്മളെ വിളിച്ചിട്ടുമില്ല, നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുമില്ല. നിലവിൽ ഈ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പൊതുവെ പറയാനുള്ളത്. പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് എനിക്ക് 1-2 കാര്യങ്ങൾ കൂടി ഇൻവോൾവ് ചെയ്യാനുള്ളൂ. നമ്മൾ ഈ ചെയ്യുന്ന സമരം വെറും 233 കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള സമരമല്ല. PSC എഴുതി നിയമനത്തിൽ വന്നിട്ടുള്ള കുറച്ച് അധ്യാപകർ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലുണ്ട്. ഒരു സ്റ്റാഫ് റൂമാണ് ഇവിടെ നിലവിലുള്ളത്. അതൊരു റൂം കൊടുത്തിട്ട് ഇതാണ് സ്റ്റാഫ് റൂം. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജിൽ വരണം. ഇവിടെ ഇവിടെയാണ് ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അധ്യാപകർ ഇരിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക എവിടെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തായിരിക്കും സൈക്കാട്രിക് നഴ്സിംഗുള്ളത്. നമുക്ക് SSGP എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. കുട്ടികളുടെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് കാര്യങ്ങൾ എന്തെങ്കിലും നിലവിലുണ്ടെങ്കിൽ, പഠന റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യുക ടീച്ചർമാർക്ക് സംസാരിച്ച് മനസ്സിലാക്കാനുള്ളൊരു വേദി കൂടിയാണ് SSGP എന്ന് പറയുന്നത്. അത്തരത്തിൽ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുമ്പോഴും ആ പ്രൈവസി ഒന്നും കീപ്പ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ സ്റ്റാഫ് റൂം പോലും നിലവിലുള്ളത്. ഞങ്ങളത് ഹോസ്റ്റൽ വൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ 6 പേര് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് അറിയണം, ആ ഹോസ്റ്റലിൽ ഇങ്ങോട്ട് വന്നിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. ഈ റീഡിംഗ് റൂമിൽ 9:30 വരെ ഇവർക്ക് സമയമുള്ളൂ. 9:30ക്ക് ശേഷം ഈ കുട്ടികൾ പോകുന്ന ഈ വഴി മുഴുവൻ പട്ടികളാണ്. ഇത് കുട്ടികൾ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. രണ്ടാമത്തെ കാര്യം, 6 കുട്ടികൾ ഒരു റൂമിൽ നിൽക്കും, അല്ലെങ്കിൽ 8 കുട്ടികൾ റൂമിൽ നിൽക്കുമ്പോൾ ഒരാൾക്കൊരു വൈറൽ ഫീവർ എന്തെങ്കിലും വന്നാൽ മതി, സ്വാഭാവികമായിട്ട് എല്ലാവരും ഇരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒന്നിച്ചാണ്. അങ്ങനെ അതെന്ത് ചെയ്യും പടരാനും പകർന്നു പിടിക്കാനും ഭയങ്കര സാധ്യത. ഹെൽത്ത് ഇഷ്യൂ, ജീവന് പ്രൊഫഷൻ വൈസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം നേഴ്സുമാർക്ക് കിട്ടുന്ന സാലറി തന്നെ കുറവാണ്. പോരാത്തതിന് ആരോഗ്യം പോലും കളഞ്ഞാണ്ട് ഒരു സൗകര്യമില്ലാതെ പഠിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് മൊത്തം എന്ത് ചെയ്യുക കുട്ടികളെ മൊത്തം ഈ എല്ലാ ജില്ലയിലും കുട്ടികളെ ഉന്തി വിടുന്ന ഒരു പ്രവണതയാണ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും സമൂഹവും ഈ ജില്ലയും പാടെ ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ പേഴ്സണലി കാണുന്നത്. പിന്നെ കുട്ടികളും തന്നെ ഹോസ്റ്റലിലുള്ളവരെ കാര്യങ്ങൾ അവർ തന്നെ പറയുമ്പോഴാണ് എഫക്റ്റീവ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇത് വലിയൊരു ഉപകാരമായിട്ട് മാറട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.